ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നൊരു സിമ്പിൾ ഡിസൈനാണ് കേട്ടോ വരച്ചെടുക്കുന്നത്. ഒട്ടും വരക്കാൻ അറിയാത്ത കൂട്ടുകാർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് എലമെൻറ്റുകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻസിൽ അറിയിക്കാനും മറക്കല്ല കേട്ടോ. അപ്പോൾ തുടക്കത്തിൽ കാണിച്ചൊരു ഡിസൈനാണ് കേട്ടോ ഇന്ന് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു സ്പൈറൽ വരച്ചെടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് ലൈൻസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ചുറ്റിലും ഹംസ് വരച്ചെടുക്കുക. അതിന് ശേഷം ഈ ഹംസിന് മുകളിലായിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഷേപ്പിലുള്ള പെറ്റൽസ് ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാ പെറ്റൽസിനുള്ളിലും ഓരോ ഡോട്ട്സ് വീതം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ഫ്ലവർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടോ. ഇനി ഈ ഫ്ലവറിന് താഴെയായിട്ട് അടുത്തൊരു സ്പൈറൽ വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഹംസ് വരച്ച് നേരത്തെ കൊടുത്ത പോലെ തന്നെ ചുറ്റിലും പെറ്റൽസ് വരച്ചെടുക്കുക. എന്നിട്ട് എല്ലാ പെറ്റൽസിനുള്ളിലും ഡോട്ട്സ് ഇട്ട് കൊടുത്ത ശേഷം ഈ രണ്ട് ഫ്ലവറിനോട് ചേർന്നിട്ട് അടുത്തൊരു ഫ്ലവറും ഇതുപോലെ തന്നെ വരച്ചെടുക്കുക. ഇങ്ങനെ 3 ഫ്ലവേഴ്സും കംപ്ലീറ്റ് ചെയ്തെടുത്ത ശേഷം ഈ 3 ഫ്ലവേഴ്സിൻ്റെയും ഔട്ട്ലൈൻ ഒന്ന് കട്ടികൂട്ടി വരച്ചു കൊടുക്കുക. ഇങ്ങനെ ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ചെയ്തെടുത്ത ശേഷം ഈ ഫ്ലവേഴ്സിന് താഴെയായിട്ട് ഇതുപോലെ കർവ് വരുന്നൊരു ഡിസൈന് ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് അതിനടുത്തായിട്ട് 2 ലൈൻസ് ഒന്ന് ഇതുപോലെ വരച്ചു കൊടുത്ത ശേഷം ആ ലൈൻസിൻ്റെ എൻഡ് ഭാഗം ഒന്ന് ഇതുപോലെ കട്ടിക്കൂട്ടി ഒരു മഴത്തുള്ളിൻ്റെ ഷേപ്പ് പോലെ ആക്കിയിട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഈ വരച്ചെടുത്ത ഡിസൈനൊന്ന് കംപ്ലീറ്റായി ഫില്ല് ചെയ്ത് കട്ടിക്കൂട്ടി വരച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ഡിസൈനിന് താഴെയായിട്ട് ലീവ്സ് വരച്ചു കൊടുക്കുക. ലീവ്സ് വരച്ചു കൊടുക്കുമ്പോൾ ലീവ്സിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കുകയോ കുറച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ 5 ലീവ്സ് വീതം വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ ഫ്ലവേഴ്സിന് മുകളിലായിട്ട് 2 ഫ്ലവേഴ്സ് തമ്മിൽ വരുന്ന ജോയിൻസിൽ ഇപ്പോൾ ചെയ്തെടുത്ത പോലെ തന്നെ കർവ് വരുന്നൊരു ഡിസൈൻ വരച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് താഴെ ചെയ്ത അതേ ഡിസൈൻ തന്നെ വരച്ചു കൊടുക്കുക. ഇനി ഈ ഫ്ലവേഴ്സിനും ഈ ഒരു ഡിസൈനിനും ഇടയിൽ വരുന്ന ഗ്യാപ്പിൽ നേരത്തെ കൊടുത്ത പോലെ തന്നെ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ലീവ്സ് കംപ്ലീറ്റ് ചെയ്തെടുത്ത ശേഷം ഈ ഡിസൈനിലെ ഏറ്റവും വലിയ ഫ്ലവറിന് മുകളിലായിട്ട് സ്പൈറൽ വരച്ചെടുക്കുക. അതിനുശേഷം ഈ സ്പൈറലിൻ്റെ തൊട്ടടുത്തായിട്ട് അടുത്തൊരു സ്പൈറൽ വരച്ചെടുക്കുക. ഇനി ഈ ഒരു 2 സ്പൈറലിൻ്റെ മുകളിലായിട്ടും ഒരു സ്പൈറൽ വരച്ചെടുക്കുക. ഇങ്ങനെ 3 സ്പൈറൽ വരച്ചെടുക്കുക. എന്നിട്ട് ഈ 3 സ്പൈറൽസിന് ചുറ്റിലും ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഡിസൈൻ വരച്ചെടുത്ത ശേഷം ഇനി മുകളിൽ വരച്ചെടുത്ത സ്പൈറലിൻ്റെ മുകളിലായിട്ട് താഴെ ചെയ്ത അതേ ഡിസൈൻ തന്നെ വരച്ചെടുക്കണം. ഈ ഒരു ഡിസൈന് ഞാൻ വെറുതെ വരച്ചെടുത്തതാണ് കേട്ടോ. മെഹന്തി കോൺ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയപ്പോൾ കോൺ എത്രത്തോളം വർക്കാവേണ്ടതെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ഡിസൈൻസൊക്കെ വരക്കാൻ പറ്റുന്നുണ്ടെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഡിസൈൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമൻസിലൊന്ന് അറിയിക്കണേ.
അപ്പോൾ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയ ശേഷം വിരലിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ 3 സ്പൈറൽസ് വരച്ചെടുക്കുക. എന്നിട്ട് നേരത്തെ കൊടുത്ത പോലെ തന്നെ ആ സ്പൈറൽസിന് ചുറ്റും ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്തെടുത്ത ലീവ്സിനെ ഈ സ്പൈറൽസിന് താഴെയായിട്ടൊന്ന് തല തിരിച്ച് വരച്ചു കൊടുക്കുക. അതുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടോ. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇതാണ് കേട്ടോ ഈ ഡിസൈൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.